ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ദൂത് ഒരു അപ്പോസ്തോലിക പ്രാർത്ഥനയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി ചിന്തിച്ചു. സോ അതിന്റെ ഒരു വാക്കാണ്. ഇറ്റ്സ് an apostolic prayer from Paul. പൗലോസ് എഫേസ്യ സഭാ മക്കൾക്ക് എഴുതുന്ന 1-ാം അധ്യായം 2-ാം അധ്യായം ഒക്കെ എഴുതി. അത് കഴിഞ്ഞ് 3-ാം അധ്യായം വന്നപ്പോൾ സകല കുടുംബങ്ങൾക്കും സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായിരിക്കുന്ന ഈ നല്ല പിതാവിന്റെ മുമ്പാകെ ഞാൻ എൻ്റെ മുട്ടുകളെ മടക്കുന്നു. Hallelujah. After explaining in 1, 2 and 3 the mysteries of all revelation, in chapter 3 മൂന്നാമത്തെ അധ്യായത്തിൽ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ മുട്ട് മടക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, ആ കരമുയർത്തി ആരെങ്കിലും ഒന്ന് പറയണമേ, അപ്പാ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരു അമ്മയെ പോലെ, പുത്രനായ യേശുവും പരിശുദ്ധാത്മാവ് ഒരു അമ്മയെ പോലെ ടീം അപ്പ് ചെയ്ത് ഈ പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ പകരുകയാണ്. Jesus the Son and the Holy Spirit like a mother is co-working together to bring a revelation to the bride of Jesus about the Father. എന്റെ വാക്കുകൾ പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്യുന്നു. ഞാൻ തുറന്ന ഒരു പുസ്തകം കാണുന്നു. I am seeing an open book. ഒരു തുറന്ന പുസ്തകം കാണുന്നു. And God wants to write history to those who are captivated by those. തുറന്നു കിടക്കുക. പക്ഷെ ദൈവം ചില പേരുകളെ അതിനോട്ട് എഴുതി ചേർക്കുവാൻ എന്റെ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, God is looking. Can I put that name? Can I include that name? Will you be an ambassador of my love? എന്റെ സ്നേഹത്തിന്റെയും എന്റെ കരുണയുടെയും എന്റെ കമ്പാഷന്റെയും ഒരു അംബാസിഡറായി heaven is noting your name. Praise be to God. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നീണ്ട 7 പോയിന്റ് പ്രാർത്ഥനയാണ് നമ്മൾ അല്പം ചിന്തിക്കാൻ ഇടയായിത്തീർന്നു. അതിലുള്ള ഒരു വാക്കാണ് ഇന്ന് പ്രസംഗത്തിന്റെ തലക്കെട്ട്. That's the message for today. That God wants us to be rooted, grounded and established in the love of Christ. ക്രിസ്തുവിന്റെ സ്നേഹം, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്താൽ നാം പിടിക്കപ്പെടണമെന്നും ഈ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം, ഫൗണ്ടേഷനായി, ആധാരമായി. Now we be people who are rooted and founded and grounded in the love of Christ. അഖരമുയർത്തി. Hallelujah. അങ്ങനെയാണോ നമ്മുടെ ജീവിതങ്ങൾ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിതങ്ങളാണോ? ഞങ്ങളുടെ വേരുകൾ താഴോട്ട് സ്തോത്രം വളർന്നിട്ടുണ്ടോ? വായിക്കാം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. That's the message. That's the apostolic prayer. അപ്പോസ്തലന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ മക്കൾ എന്ത് ചെയ്യണം? അവർ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. ഒരിക്കൽ നടക്കുന്ന സംഭവമല്ല, ക്രിസ്തുവിലോട്ടായിരിക്കുന്നത്. They must be rooted in Christ. കർത്താവേ ക്രിസ്തുവിൽ ഒന്ന് ആഴത്തിൽ ഇറങ്ങട്ടെ. I want to be rooted and grounded in the love of Christ. Amen. Hallelujah. Amen. Your roots will grow down into God's love and keep you strong. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വേരുകൾ താഴോട്ട് അങ്ങ് ഇറങ്ങിയാൽ എന്താ സംഭവിക്കുന്നത്? അത് നിങ്ങളെ ശക്തരാക്കും, കരുത്തരാക്കും. ഏറ്റവും കൂടുതൽ നമ്മളെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അല്ലേ, അവരുടെ ഉള്ളിൽ എന്താണ്? വാട്ട് ഈസ് ഇൻസൈഡ് വെൻ ദേ ആർ ഷേക്കൻ? സന്തോഷമായി പോകുമ്പോൾ നല്ല കാലങ്ങളിൽ സാധാരണ രീതിയിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം പിടിക്കാം, മാസ്ക് ചെയ്യാം. പക്ഷെ നമ്മളൊന്ന് കുലുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ, പരിസ്ഥിതികൾ വരുമ്പോൾ, ദൈവം നമ്മെ ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ, സാഹചര്യങ്ങൾ വിപരീതമാകുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കിടക്കുന്നത് അത് പുറത്തു വരുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് എന്നോട് എന്തിന് ഇങ്ങനെ ചെയ്തു? Why did you do? ഹല്ലേലൂയ. സാധാരണ 90% വിശ്വാസികളുടെ ഉള്ളിൽ അവർ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിൽ അടിസ്ഥാനപ്പെടാത്തത് കൊണ്ടും ആ വേരുകൾ വരാത്തത് കൊണ്ടും സ്തോത്രം പിന്മാറ്റത്തിലേക്ക് പോകുന്നു, മർദ്ദലിപ്പിലേക്ക് പോകുന്നു, വിശ്വാസം തണുക്കുന്നു. But today God says to us, ALVC സഭാ മക്കളെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, God wants you to be rooted and grounded in love. 2 തിമോഥെയോസ് 3-ാം അധ്യായം 1-5 വരെയുള്ള വാക്യങ്ങൾ, അന്ത്യകാലങ്ങൾ, നാം ദുർദിവസങ്ങളിലാണ്. We are in perilous times. We are in gallows times. എന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂലമായ, പീഡനമേറിയ, പൈശാചികമായ ഒരു ദുഷ്കാലങ്ങളിലാണ്. We are in difficult and dangerous times. കർത്താവിന്റെ 2ാമത്തെ വരവെടുത്തു. അപ്പോൾ തന്നെ പിശാച് ആഞ്ഞ് തനിക്ക് കഴിയാവുന്ന എല്ലാം ചെയ്യുന്ന അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടേറിയ സമയങ്ങളിലാണ് അടുത്തു പോകും. ഹല്ലേലൂയ. അവസാന ദിവസങ്ങളുടെ പ്രത്യേകതയാണ് അവിശ്വാസികളുടെ സ്നേഹം അല്ല, വിശ്വാസികളുടെയും കർത്താവിന്റെ പേരെടുത്തവരും ദൈവത്തോട് ബന്ധമുള്ളവരുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമുഖീകരിക്കുന്ന ആ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, വേദനകൾ, സാഹചര്യങ്ങൾ, സ്തോത്രം, അതെല്ലാം കഠിനമായതുകൊണ്ട് തന്നെ എന്താ? The love of many
will grow cold. 2 തിമോത്തിയോസ് 3:1-5 വരെയുള്ള വാക്യങ്ങളാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യർ Yes. സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും Yes. വമ്പ് പറയുന്നവരും അഹങ്കാരികളും. ഓക്കേ, സ്തോത്രം. അന്ത്യകാലത്തിന്റെ പ്രത്യേകത മനുഷ്യർ എങ്ങനെയായി തീരും? നമ്മൾ സുരക്ഷ പറഞ്ഞത് they will be lovers of their own selves. Lovers, സ്വയസ്നേഹികൾ. The mark of the time. Humanistic ചിന്താഗതികളാണ് ഇന്ന് മീഡിയയിൽ. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെ സ്തോത്രം സ്വയ കേന്ദ്രിതമായ മാനുഷികമായ ദൈവമുണ്ടെന്നും ദൈവമാണ് സകലത്തെ നിയന്ത്രിക്കുന്നതെന്നും സർവാധിപതിയായ ഒരു ദൈവമുണ്ട് എന്നുള്ള people will be lovers of their own selves, covetous, boasters, proud, blasphemers, disobedient to parents, unthankful, unholy. അന്ത്യകാലങ്ങളിലുള്ള ജനത്തിന്റെ സ്വഭാവ സവിശേഷതകളാണ്. യെസ്. അഹങ്കാരികളും ദുഷ്കരന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ട്രൂത്ത് ബ്രേക്കേഴ്സ്, ബന്ധങ്ങളെ ബ്രേക്ക് ചെയ്യുന്നവരും, ഏഷണിക്കാരും false accusers, അജിതേന്ദ്രിയന്മാരും incontinent, ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി. lovers of pleasure. This is the mark of this age. Lovers of pleasures more than lovers of God. This is the mark of the end times. In the ഭൂമിയിൽ pleasure, സന്തോഷം, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയം. Addictions of every kind. നമ്മുടെ മക്കള്, നമ്മുടെ കൊച്ചുമക്കള്, തലമുറകള്, പ്രായമുള്ളവര്, പുരുഷന്മാർ, സ്ത്രീകൾ. This is a mark of the end times, that they will be lovers of pleasure more than lovers of God. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ അസ്വസ്ഥരാണ്. ഒരു 10 മിനിറ്റ് ഒരുമിച്ച് നമുക്ക് ശ്രദ്ധയോടെ ഇരിക്കാൻ കഴിയില്ല. Let's take responsibility that we will be lovers of God. ഈ സ്നേഹത്തിന്റെ പകർച്ചകൾ ദൈവം നമ്മളിലേക്ക് പകരുന്നത് പരിശുദ്ധാത്മാവ് ആ ദൈവ സ്നേഹത്തിന്റെ പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തെയും ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പകരുന്നതും വെളിപ്പെടുത്തുന്നതും. In the midst, പിശാച് അനേകരെ ഭോഗപ്രിയരാക്കുമ്പോൾ there is a remnant, there is a generation, there are God lovers. We are not lovers of pleasure. ഭോഗപ്രിയരല്ല, we are lovers of God. We are a godly generation. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, ക്രിസ്തുവിൽ ഒന്ന് വേരൂന്നി വളരുവാൻ എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നത്? ക്രിസ്തുവിൽ. കൊളോസ്യർക്ക് ലേഖനം 2-ാം അതിന്റെ 6-7 വാക്യങ്ങൾ എഫേസ്യ സഭയുടെ അപ്പോസ്തലിക പ്രാർത്ഥനയാണ്. ഇതാ കൊളോസ്യ സഭയിലും I want you to be rooted in Christ. Somebody say rooted in Christ. ഒന്ന് പറയാം, I want to be rooted in Christ. Yes. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവന്റെ ആ സ്നേഹത്തിൽ. We're listening about intimacy. ഈ ദിവസങ്ങളിൽ സ്തോത്രം അവനിൽ വേരൂന്നിയും. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ വാഴണമെങ്കിൽ, ദൈവരാജ്യത്തിന്റെ വാഴ്ച ഭൂമിയിൽ, സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ ആ പ്രവൃത്തികൾ വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജീവൻ നമ്മളിൽ നിന്ന് ഒഴുകണമെങ്കിൽ, നാം ദൈവത്തോടുള്ള സഹിത്വത്തിൽ you must walk in intimacy, because intimacy is the pathway and the key to dominion. Hallelujah. Thank you, Jesus. Hallelujah. ശുശ്രൂഷകൾ അങ്ങനെയല്ലേ? പാസ്റ്റർജിന് പെട്ടെന്ന് ആരെയാണ് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുവാൻ കഴിയുന്നത്? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും എൻ്റെ മക്കളെ പോലെ. യോ മൈ ചിൽഡ്രൻ, സ്പിരിച്വൽ ചിൽഡ്രൻ. നിങ്ങളോടെല്ലാം ഭയങ്കര സ്നേഹമാണ് പാസ്റ്ററിനും പാസ്റ്ററിനും ഒക്കെ, ആസ് എ ഫാദർ ആൻഡ് മദർ. പക്ഷേ ആരെയായിരിക്കും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത്? ഹൃദയം തുറക്കുന്നത്, ഹൃദയം പങ്കുവെക്കുന്നത്. Not to everyone, not just because you're a son or a daughter. Someone who cares about your heart, someone who cares about what's in your heart. അതുപോലെ തന്നെയാണ് ഈനോക്ക് ദൈവത്തോട് പറയാം, ദൈവത്തോട് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് കൂടെ നടക്കുവാൻ. പൗലോസ് അപ്പോസ്തലൻ സഭാമക്കളെ, നിങ്ങൾ കർത്താവിനെ കൈക്കൊണ്ടു, നീ എന്താ ചെയ്യേണ്ടത്? അതിൽ ആ സത്യങ്ങളിൽ, ആ വെളിപ്പാടുകളിൽ നിങ്ങൾ നടക്കണം. പിന്നെ അവനിൽ വേരൂന്നിയും. എന്ന് പറയാം, അവനിൽ, യേശുവിൽ വേരൂന്നി. ഇൻ ക്രൈസ്റ്റ്, യേശുവിൽ വേരൂന്നി ആത്മീയ വർധനവ് പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും. അപ്പോൾ നമ്മുടെ വേരുകൾ ആഴത്തിൽ ക്രിസ്തുവിൽ. I must be rooted in Christ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനം. That I must be rooted, grounded and established in the love of Christ. ദൈവ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ ഫൗണ്ടേഷൻ, ആ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ജീവിതങ്ങൾ പണിയപ്പെട്ടാൽ ഒരു റോക്കറ്റ് പൊങ്ങുന്നത് പോലെ നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി പൊങ്ങുവാൻ കഴിയും. ഹല്ലേലൂയ. അനേകർ ആഗ്രഹിക്കും, കർത്താവ് എത്ര പേര് ആഗ്രഹിക്കുന്നത്? ഞാൻ ചോദിച്ചു, കർത്താവ് നിങ്ങളെ ഒന്ന് ഉപയോഗിക്കണം.
അല്ലെ? നമ്മളെല്ലാവരും എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ ഉപയോഗിക്കണമേ, ഉപയോഗിക്കണമേ, ഉപയോഗിക്കണമേ. യൂസ് മീ, യൂസ് മീ, യൂസ് മീ. ദൈവം എന്നോട് പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് ടു യൂസ് പീപ്പിൾ, അജിത്. They must be usable for me to use them. ഉപയോഗിക്കുവാൻ എനിക്ക് അവരെ ഉപയോഗപ്രദമായി ആ തലങ്ങളിൽ ഒരു സ്തോത്രം മാനപാത്രമായി എൻ്റെ കയ്യിൽ കിട്ടണം. They must be a vessel of honor prepared for the master's use. Hallelujah. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സ്തോത്രം ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങാം. Amen. ക്രിസ്തുവിൽ I am in Christ. നമ്മൾ അയ്യോ എന്ത് ചെയ്യാനാ, എൻ്റെ സാഹചര്യം എങ്ങനെയാണ്, എൻ്റെ പാരമ്പര്യം എങ്ങനെയാണ്, എൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ഞാൻ ഈ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, എൻ്റെ അപ്പൻ എങ്ങനെയായിരുന്നു, എൻ്റെ അമ്മ എങ്ങനെയായിരുന്നു, എൻ്റെ സാഹചര്യം എങ്ങനെയായിരുന്നു, അങ്ങനെ ആയിരുന്നു. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിലായി തീർന്നപ്പോൾ എന്താ സംഭവിച്ചത്? നിങ്ങളുടെ പാരമ്പര്യം കട്ടായി, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കട്ടായി, നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് തിക്താനുഭവങ്ങളാണെങ്കിലും അവിടെ എല്ലാം ഒരു കട്ടായി നിങ്ങളെ ക്രിസ്തുവിനോട് കൂടെ ഒട്ടിച്ചിരിക്കുകയാണ്. You have become one with Christ. ഞാൻ ക്രിസ്തുവിലാണ്. അയ്യോ ഞാൻ തന്നെയാണ്, ഞാൻ അനാഥയാണ്, അയ്യോ എനിക്ക് ആരുമില്ല, ആരും സ്നേഹിക്കുന്നില്ല. It's a lie from the pit of hell. യേശുവിനെ അറിഞ്ഞവരാണെങ്കിൽ, വീണ്ടും ജനിച്ചവരാണെങ്കിൽ, ഹല്ലേലൂയ, അതൊരു കള്ളമാണ്. It's from the pit of hell. സത്യത്തെ ഒന്ന് അംഗീകരിക്കുമ്പോൾ, വെളിച്ചത്തെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അന്ധകാരത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം, പൈശാചിക മണ്ഡലങ്ങൾ ഡിസ്മാന്റിൽ ആകുകയാണ്. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും. ഒന്ന് പറയാം, ഉറക്കെ പറയാം എല്ലാവരും, I am in Christ and Christ in me. I am in Christ and Christ in me. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്റെ ഉള്ളിലും. ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൽ വേരൂന്നി വളരുവാൻ, ആ സ്നേഹത്തിൽ വേരൂന്നി ഒന്ന് അടിസ്ഥാനപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. പരിശുദ്ധാത്മാവും പുത്രനായ യേശുവും ടീം പേര് ദൈവദൂതന്മാരുടെ ആ വലിയ ഗണവും നമ്മുടെ മധ്യത്തിൽ ഈ ഓൾട്ടറിൽ നിന്ന് അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നു. അനേകർ ആ ദൈവസ്നേഹത്താൽ പിടിക്കപ്പെടുന്നു. അനേകരുടെ മേൽ സ്നേഹത്തിന്റെ ആഴങ്ങൾ വെളിപ്പെട്ടു വരുന്നു. അനേകരുടെ മേൽ ആ പുതപ്പ് വീഴുന്നു. Come and be part of what? ഒരു സ്നേഹത്തിന്റെ വിപ്ലവം. It's a love revolution. It's a love awakening. It's a love awakening. It's a love revolution. സ്തോത്രം. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം യേശു പറയുക, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. I will not leave you as orphans. A love revolution. അനാഥത്വത്തിന്റെ ആത്മാവിനെ എങ്ങനെയാ നാം വെട്ടുന്നത്? എങ്ങനെയാ അതിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്? How do you break that orphan spirit? By the weapon of the truth of God's word, by the anointing of His Spirit. Hallelujah. കർത്താവ് പറയുക, I will not leave you orphans. I will come to you. ആ കരം ഉയർത്തി ഒന്ന് പറയാം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. എന്തിനാ യേശു വന്നത്? പിതാവാം ദൈവത്തെ, ജീസസിന്റെ മിഷൻ, the mandate of Jesus. Why did Jesus come? യേശു പിതാവിന്റെ മടിയിൽ ഇരുന്നവൻ പിതാവിനെ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിൽ നിന്ന് അകന്ന അനാഥരായ മർത്തലികളായ മനുഷ്യകുലത്തെ ഈ നല്ലവനായ പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ, to draw and restore this orphan world back to the Father. പിതാവാം ദൈവത്തിലേക്ക്, ഈ നല്ലവനായ പിതാവിലേക്ക് അനാഥരായ വീണ്ടും നമ്മെ ചേർക്കുവാൻ, ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ, റെസ്റ്റോർ ചെയ്യുവാൻ യേശു ഈ ഭൂമിയിൽ. അതേ, നമ്മുടെ പാപം മാറ്റണം, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം, നമുക്ക് നിത്യജീവൻ നൽകണം, നമുക്ക് സൗഖ്യം വേണം. അതെല്ലാം യേശുവിന്റെ ദൗത്യത്തിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. യേശുവിന്റെ ദൗത്യത്തിന്റെ ഏറ്റവും വലിയ ഭാഗം എന്തായിരുന്നു? ഹല്ലേലൂയ. To reveal the Father. ഈ നല്ലവനായ, വല്ലഭനായ, സ്നേഹപൂർണനായ, കരുണാസമ്പന്നനായ ഈ നല്ല പിതാവിനെ നാം ഒന്ന് അറിയുവാൻ, മനസ്സിലാക്കുവാൻ, രുചിച്ചറിയുവാൻ, അനുഭവിക്കുവാൻ. To restore this orphan world back to God. അനാഥത്വത്തിന്റെ ആത്മാവ്. എങ്ങനെയാണ് മനുഷ്യൻ അനാഥനായി തീർന്നത്? പിതാവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ ഭവനത്തിൽ, പിതാവിന്റെ സിംഹാസനത്തിൽ, പിതാവിന്റെ കൊട്ടാരത്തിലായിരുന്ന ഏറ്റവും പ്രധാനനായ ദൂതൻ ലൂസിഫർ. ദൈവവചനത്തിന്റെ പഴയ നിയമത്തിൽ നമുക്ക് ദൈവത്തിന്റെ ദൂതന്മാരെ പോലും, അവർ ദൈവത്തിന്റെ ദാസന്മാരാണ്, ശുശ്രൂഷകരാണെങ്കിലും, ദൈവമക്കളുടെയും ശുശ്രൂഷകരാണെങ്കിൽ പോലും പല സമയത്തും ദൈവം ദൂതന്മാരെ പോലും സൺസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കളെന്ന് വിളിച്ചിട്ടുണ്ട്. Because he is a father. He has a father heart. ദൈവം ഒരു പിതാവായതുകൊണ്ട്, പിതാവിന്റെ ഹൃദയമായതുകൊണ്ട് തന്റെ വീട്ടിൽ കൊട്ടാരത്തിൽ ഉള്ളവർ സ്തോത്രം പല കാറ്റഗറിയിലാണെങ്കിലും പല ലെവലിലാണെങ്കിലും ദൂതന്മാര് പോലും ദൈവത്തിന്റെ മക്കളെ. ആ ദൂതന്മാരിൽ പ്രധാനനായ ഏറ്റവും ടോപ്പ് ആർക്കേഞ്ചലായ പിതാവാം ദൈവത്തിന്റെ നല്ലവനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നവനായ, ദൈവത്തോട് കൂടെ നടന്നവനായ, ദൈവത്തെ ആരാധിച്ച് ദൈവം സൃഷ്ടിച്ച ഈ ലൂസിഫർ എന്ത് ചെയ്തു? പിതാവിന്റെ ഭവനം വിട്ടിറങ്ങി. അനാഥത്വത്തിന്റെ ആത്മ, orphan spirit. That's the oldest, ancient, deepest satanic spirit. He is the father of all spirits. എല്ലാ ദുരാത്മാവിന്റെയും ദുഷ്ടാത്മാക്കളുടെയും പൈശാചിക ആത്മാക്കളുടെയും പ്രധാന അനാഥത്വത്തിന്റെ ആത്മാവ്. ഒരു അനാഥനായി ദൈവത്തിന്റെ ഭവനത്തിലും ദൈവത്തിന്റെ കൊട്ടാരത്തിലും സിംഹാസനത്തിന്റെ അടുത്ത് നിന്നവൻ ഈ ലൂസിഫർ ഒരു അനാഥനായി.
അനാഥന്മാർ എന്താ ചെയ്യുന്നത്? അവർക്കെല്ലാം കുറവുകളെ കാണുകയുള്ളൂ. മർദ്ദലിപ്പ്, റെബല്യൻ. അനാഥത്വത്തിന്റെ അടയാളം എന്താ? മാനിഫെസ്റ്റേഷൻ എന്താ? എങ്ങനെയാ അറിയുന്നത് എന്നിൽ അനാഥത്വം ഉണ്ട് എന്ന്? നാം മർദ്ദലിക്കുന്നുണ്ടോ? ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകൾക്കും ദൈവത്തിന്റെ വ്യവസ്ഥകൾക്കും ദൈവത്തിന്റെ അധികാരങ്ങൾക്കും ഒക്കെ ഡു ഐ റിബൽ? അപ്പോൾ ലൂസിഫർ എന്താ ചെയ്തത്? ദൈവത്തിന്റെ ഭവനം വിട്ടുപോകുകയാണ്. പിതാവാം ദൈവം ന്യായം വിധിക്കേണ്ടി വന്നു. 1/3 ദൈവത്തിന്റെ ദൂതന്മാർ റിബൽസ്. ഈ അനാഥൻ എന്ത് ചെയ്യും? അവർ മർദ്ദലിക്കും, വഴക്കുണ്ടാക്കും എന്ന് മാത്രമല്ല, അവർ കക്ഷി കൂടി സ്വർഗത്തിൽ 1/3 അവരെയും അനാഥരാക്കി, അവരെയും വഴിതെറ്റിച്ചു, അവരെയും ഈ നല്ലവനായ പിതാവാം ദൈവത്തിന്റെ വിരോധമായി. That's what orphans do. Hallelujah. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ മക്കളായി ദൈവത്തിന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് നാം കയറി. എങ്കിലും നമ്മുടെ ഉള്ളിൽ അനാഥത്വത്തിന്റെ ഈ ആത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ, ഈ ദൂതുകൾ വരുമ്പോൾ, ഈ വെളിച്ചം നമ്മളിലേക്ക് അടിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് അനാഥത്വം ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. God expose that orphan spirit in me. ചിലർക്ക് അനാഥത്തിന്റെ ആത്മാവായിരിക്കത്തില്ല, അനാഥത്വത്തിന്റെ ഹൃദയമായിരിക്കാം. It may be an orphan heart. It may be an orphan mindset. It may be an orphan behavior. It may be an orphan tendency. അനാഥത്വത്തിന്റെ ഹൃദയമായിരിക്കാം. An orphan spirit or an orphan heart, an orphan mindset or orphan behavior. Hallelujah. ഈ സമയങ്ങളിൽ, ഈ സീസണുകളൊക്കെ സ്തോത്രം കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, ഈ നല്ലവനായ പിതാവിനെ സ്തോത്രം ദൈവത്തിന്റെ ഒരു അംബാസിഡറായി നമുക്ക് പ്രകടമാക്കണമെങ്കിൽ, if you want to represent effectively this heavenly Father, that we must be devoid of this orphan spirit. അപ്പോൾ അനാഥത്വത്തിന്റെ ഉറവിടമായ ആത്മാവായ ലൂസിഫർ ദൈവം തന്റെ കൊട്ടാരത്തിൽ നിന്ന് വെച്ച് പുലർത്തിയില്ല. അവിടെ 1/3 താൻ ദൈവത്തിന് വിരോധമായി അവരെഴുന്നേറ്റു. ഒരു സമയത്തേക്ക് പൂർണ്ണമായി ന്യായം വിധിക്കുന്നതിന് മുമ്പേ ദൈവം ഒരു സമയം അനാഥത്വത്തിന്റെ ആത്മാവ് ലൂസിഫർ സാത്താൻ എന്താ ചെയ്തത്? ഏദൻ തോട്ടത്തിൽ വന്ന് ദൈവത്തിന്റെ മക്കളായ ആദാമിനെയും ഹവ്വയെയും എന്ത് ചെയ്തു? അനാഥത്വത്തിന്റെ ആത്മാവ് ആ വിഷം മനുഷ്യനിലേക്ക് കുത്തിവെച്ചു. നല്ല ഏദൻ പരദീസയിൽ നിന്ന്, ഏദൻ തോട്ടത്തിൽ നിന്ന്, ദൈവത്തിന്റെ മനോഹരമായ ആ തോട്ടത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ആ സംരക്ഷണത്തിൽ നിന്ന്, സുരക്ഷിതത്വത്തിൽ നിന്ന് മനുഷ്യനും ഒരു അനാഥനായി തീർന്നു. കായൻ ആബേലിനെ കൊല്ലുകയാണ്. അനാഥത്വം മനുഷ്യരാശിയിൽ പ്രകടമാക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, അപ്പന്റെ ഭവനത്തിൽ നിന്ന് വീണ്ടും ഇതാ മനുഷ്യനും ലൂസിഫറിനെ പോലെ അനാഥനായി. So this world is a planet full of orphans. ഇന്നെന്താ ഇത്രയും യുദ്ധം നടക്കുന്നത്? ഇന്നെന്താ ഇത്രയും അടിപിടി നടക്കുന്നത്? എന്താണ് ഇത്രയും റേപ്പ് നടക്കുന്നത്? എന്താ ഇത്രയും ദുഷ്ടത ഭൂമിയിൽ നടക്കുന്നത്? ഞാൻ വിശ്വാസികളുടെ കാര്യം സ്തോത്രം അല്ല, കുടുംബത്തിൽ ഭാര്യയും ഭർത്തൃബന്ധത്തിൽ എന്താ ഈ വഴക്ക്? എന്താ ഈ വിള്ളലുകൾ? എന്താ ഈ അടിപിടികൾ നടക്കുന്നത്? കൂടപ്പുറപ്പുകൾ തമ്മിൽ എന്താ സ്നേഹമായി പോകുവാൻ? അനാഥത്വമാണ്. It's orphans and orphans fight. അവർ വഴക്കുണ്ടാക്കും, അവർ പരാതിപ്പെടും. ചെറിയ കാര്യത്തിന് അവർ സർപ്പം പത്തിവെക്കുന്ന പോലെ അവരുടെ പത്തിവെക്കും. ചിലരത് ദൂഷ്യമായി പ്രകടിപ്പിക്കും. അത് ദേശത്തോടെ അത് വിഷം ചീറ്റുന്ന പോലെ അടുത്ത് പറയും. ചിലർ ഹൃദയത്തിന്റെ ഉള്ളിൽ വിഷം കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടക്കും. The world has become a place of orphans. കൃപയാൽ നമുക്കറിയാം 2000 വർഷങ്ങൾക്ക് മുമ്പേ പിതാവിന്റെ മടിയിലിരുന്ന ഈ യേശു, ദൈവത്തിന്റെ പുത്രൻ, ആദ്യപുത്രൻ, സ്തോത്രം ഹല്ലേലൂയ. പിശാച് പറഞ്ഞ് പരതി, ഈ നല്ലവനായ ദൈവം നല്ലതല്ല, അവൻ നിങ്ങളിൽ നിന്ന് എല്ലാ നന്മയെ മോഷ്ടിച്ച് വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് എല്ലാം അപഹരിച്ചിരിക്കുകയാണ്, നിങ്ങൾക്കൊന്നും തരത്തില്ല. അങ്ങനെയല്ലേ? കരിയാപ്പല പോലെ നിങ്ങളെ ഉപയോഗിച്ചെടുത്ത് ദൈവം നമ്മളെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തി നമ്മളെ കൊണ്ട് പട്ടിണി കിടപ്പിച്ച് ദൈവം കുറെ ആത്മാക്കളെ നേടിയെടുത്തു. നമ്മുടെ കാര്യം നമ്മുടെ ആരെങ്കിലും അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ orphan spirit. ഞാൻ ദൈവത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്തു? യേശു എന്ത് ചെയ്തു? ഈ വലിയവനായ ദൈവം നല്ലവനാണെന്നും ഒരു പിതാവാണെന്നും സ്നേഹത്തിന്റെ പൂർണ്ണത പിതാവാം ദൈവത്തിൽ നിന്നാണ് ഒഴുകുന്നത് എന്ന് പുത്രൻ തന്റെ യാഗത്തിലൂടെ ക്രൂശിൽ നമുക്ക് വേണ്ടി കാണിച്ചു. It was not the initiative of the son. പുത്രനല്ല ഇനിഷ്യേറ്റീവ് എടുത്തത്. The father took the initiative. Amen. Hallelujah. അതുകൊണ്ടാണ് യേശു വന്നപ്പോൾ എന്റെ വാക്കുകളല്ല, it's not my initiative, it's the father's. Amen. അനാഥത്വം. ഹല്ലേലൂയ. കൃപയാൽ സുവിശേഷത്തിന്റെ സത്യവചനം കേട്ട് നമ്മളും എന്ത് ചെയ്തു? നമ്മളും രക്ഷിക്കപ്പെട്ടു. ഞാനൊരു രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയായി, നീതിമാനായി തീർന്നു. ഞാൻ എന്റെ പാപം ക്ഷമിച്ചു, ഞാനൊരു നീതിമാനായി, ഞാനൊരു വിശുദ്ധനായി. പക്ഷെ അനാഥത്വം ഇന്നും നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. അതുകൊണ്ട് എന്താ, സഭയുടെ ഉള്ളിൽ വരുമ്പോഴും നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, പുത്രത്വമുണ്ട്, പുത്രത്വത്തിന്റെ ആത്മാവുണ്ട്. പക്ഷേ ആ പുത്രത്വത്തിന്റെ ആത്മാവിന്റെ ഒരു ആഴം നമ്മളിൽ വെളിപ്പെട്ടിട്ടില്ല, അതിന്റെ ഗ്രിപ്പിൽ വന്നിട്ടില്ല. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ ഒരു പുത്രന്റെ ആത്മാവിനാൽ, പുത്രന്റെ ഹൃദയം, പുത്രത്തിന്റെ മനോഭാവം, പുത്രന്റെ ആ സ്വഭാവ രീതികൾ
ഹല്ലേലൂയ. അതുകൊണ്ട് സഭയുടെ ഉള്ളിലും എന്താ, നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നു, പക്ഷേ എവിടെയോ അനാഥത്വം നമ്മളിലും ഒളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഭയുടെ ഉള്ളിലും വിഷയങ്ങളും പ്രശ്നങ്ങളും. It has become a place. Church has become an orphanage of orphans. അതൊരു പ്രസ്ഥാനം പോലെ നാം ഓടിക്കുകയാണ്. പക്ഷേ God is a father. He doesn't want an organization. ദൈവത്തെ പോലെ ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് വേറെ ആരുമില്ല. പക്ഷേ God is not interested in organizations. God is interested in family. അക്കരമുയർത്തി ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ ഈ നല്ല പിതാവ്. God doesn't want the church to be an orphanage. He wants sons and daughters. പുത്രന്മാരും പുത്രിമാരും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം വലിയൊരു ആഹ്വാനമാണ്. നിങ്ങൾ ഒരു പുത്രനാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ ന്യായപ്രമാണത്തിന് കീഴെയുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് ക്രിസ്തു കർത്താവായ യേശു ക്രൂശിൽ മഹത്തരമായ ഉദ്ധാരണത്തിന്റെ പ്രവൃത്തി, ഗ്രേറ്റ് സാൽവേഷൻ, ഗ്രേറ്റ് വർക്ക്, ക്രൂശിൽ കർത്താവ് വലിയ ഒരു ദൈവപ്രവൃത്തിയെ ദൈവം തികച്ചെടുത്തു. അത് കഴിഞ്ഞ് ന്യായപ്രമാണത്തിന് കീഴിലായവരെ കർത്താവ് വിലയ്ക്ക് വാങ്ങി. നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ, നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ, അഡോപ്ഷൻ, ദൈവം നമ്മെ ദത്തെടുത്ത്, ദൈവം നമ്മെ പുത്രന്മാരും പുത്രിമാരുടെ ആ പൊസിഷൻ, ആ ഐഡന്റിറ്റിയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ക്രൂശിൽ നമുക്ക് വിരോധമായ സകല കയ്യെഴുത്തുകളെയും ദൈവം മായ്ച്ചു, ആ വില കൊടുത്തു. സ്തോത്രം. അനാഥരായ നമ്മെ പിതാവിലേക്ക് ചേർക്കുവാൻ, ആ ഭവനത്തിലേക്ക് നമ്മെ വീണ്ടും അടുപ്പിക്കുവാൻ, പിതാവിന്റെ ഏറ്റവും പ്രിയ മക്കളായി നമ്മെ വിളിക്കുവാൻ, ഓമന പുത്രന്മാരും പുത്രിമാരായി ദൈവം നമ്മെ സ്വീകരിക്കേണ്ടതിന് ഹല്ലേലൂയ വില ക്രൂശിൽ കർത്താവ് കൊടുത്തു തീർത്തു. So that we can receive, somebody say, so that I can receive the adoption of sons. Yes. നിങ്ങൾ മക്കൾ ആകൊണ്ട്, നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന. ഓക്കേ, മക്കൾ. ദൈവം പിതാവാം ദൈവം തന്റെ പുത്രനിലൂടെ ആ വലിയ പ്രവൃത്തി ചെയ്തു. ഹല്ലേലൂയ. നമ്മളെ മക്കളാക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. വേലക്കാര്, ജോലിക്കാര്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പട്ടാളക്കാര്, ദൈവത്തിന്റെ ദാസന്മാര്, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അല്ല, ദൈവത്തിന്റെ ജോലിക്കാരെയും ദൈവത്തിന്റെ വേലക്കാരെയും ദൈവത്തിന്റെ ദാസന്മാരെയും ദൈവത്തിന്റെ പട്ടാളക്കാരെയും അല്ല, ആദ്യമാംശം, ദൈവത്തിന്റെ ആദ്യമാംശം. അക്കാലം ഉയർത്തുന്ന പറയാം, അപ്പാ എന്ന് വിളിക്കുന്ന, ഹല്ലേലൂയ, ആഴത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന പുത്രന്മാരെയും പുത്രിമാരെയും, തന്റെ ഉദരത്തിൽ നിന്ന് ജനിച്ച യേശുവിനെ പോലെ അനേക പുത്രന്മാരെ മഹത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശു ക്രൂശിൽ മരിച്ചു. തന്റെ അവസാനത്തോളം നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, ഹല്ലേലൂയ, ഇത്രയും വലിയൊരു പ്രവൃത്തി ചെയ്തു എന്ന് മാത്രമല്ല. ആമേൻ. യെസ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന. Because your sons God has sent forth the spirit of his son into your hearts, crying Abba Father. Yes. സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ദൈവം ആ കരമുയർത്തി നമുക്കൊന്ന് പറയാം, സ്വപുത്രന്റെ ആത്മാവിനെ. What a great God, what a great Father. സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ അയച്ചു. എന്തിനാ? ഹല്ലേലൂയ. അപ്പാ പിതാവേ. രണ്ട് കരവും നിർത്തി. അപ്പാ, 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 അപ്പാ. പുത്രത്വത്തിൽ, അനാഥത്വത്തിൽ നിന്ന് നാം ഒന്ന് വെളിയിൽ വരുവാൻ, അനാഥത്വത്തിന്റെ ആത്മാവിന്റെ ഗ്രൂപ്പിൽ നിന്ന്, ആ നുകത്തിന് കീഴിൽ നിന്ന്, ആ സ്വഭാവത്തിൽ നിന്ന് നാം ഒന്ന് പുറത്തു വരുവാൻ ദൈവത്തെ ഒരു ടാസ്ക് മാസ്റ്ററായി കാണാതെ, that you will see God as a loving good father. Amen. Hallelujah. ഹല്ലേലൂയ. ഇന്ന് പലർക്കും ദൈവത്തെ ഭയമാ, പേടിയാ. ദൈവം അടിക്കുമോ ഇടിക്കുമോ? സ്തോത്രം. ഹല്ലേലൂയ. You have not known God. നമുക്ക് ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഈ ദിവസങ്ങൾ ഈ നല്ലവനായ ദൈവത്തെയും പിതാവിനെയൊക്കെ ഒന്ന് അറിയുവാൻ കർത്താവ് നമ്മളെ കൃപ ചെയ്യുകയാണ്. യെസ്. അങ്ങനെ നീ ഇനി ദാസനല്ല, അങ്ങനെ നീ ഇനി, ഞാൻ ഇനി ദാസനല്ല, പുത്രനത്രേ. ഞാൻ പുത്രനാണ്. അടുത്ത പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. പുത്രൻ ആണെങ്കിൽ, if I am a heir, then I am a heir. If I am a son, then I am a heir through Christ. ഞാൻ ഒരു പുത്രനാണെങ്കിൽ ഞാൻ ദൈവത്തിന്റെ അവകാശിയാണ്. ഹല്ലേലൂയ. I am not an orphan. നമ്മുടെ പൊസിഷൻ മാറി. നമുക്കൊരു പുതിയ പൊസിഷൻ തന്നു, ഒരു പുതിയ ഐഡന്റിറ്റി ദൈവം തന്നു, ഒരു പുതിയ പ്രിവിലേജുകൾ ദൈവം നമുക്ക് തന്നു. അങ്ങനെയുള്ള ദൈവമക്കളാണ് ക്രിസ്തുവിലൂടെ വീണ്ടും ജനിച്ച പുതിയ സൃഷ്ടികളായ ദൈവത്തിന്റെ ഓമന പുത്രന്മാരും പുത്രിമാരും. പക്ഷെ പലപ്പോഴും നമ്മിലും അനാഥത്വം ഒളിഞ്ഞു കിടക്കുന്നു. പെട്ടെന്ന് 10 അടയാളം, 10 marks of an orphan spirit. ഒരു അനാഥന്റെ 10 അടയാളങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇത് കാണുമ്പോൾ എന്റെ ഉള്ളിൽ ഈ അനാഥത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ?
ചിലപ്പോൾ ആത്മാവില്ല. അനാഥത്വത്തിന്റെ ഹൃദയമുണ്ടോ എന്റെ ഉള്ളിൽ? നമുക്കൊന്ന് വിലയിരുത്തുവാൻ, നമുക്കൊന്ന് സ്വയം ശോധന ചെയ്യുവാൻ. This is just a checklist to see if there is an orphan. ഈ അനാഥത്വം ഉണ്ടെങ്കിൽ വാട്ട്സ് ദ പ്രോബ്ലം? അത് നമുക്ക് ചിന്തിക്കാം. ഞാൻ അവിശ്വാസികളോടല്ല, വിശ്വാസികളോടും ദൈവമക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ മകനാണ്, വിശ്വാസിയാണ്. പക്ഷേ ഈ നല്ലവനായ പിതാവും ദൈവത്തിന്റെ ഒരു സ്പർശനം, he has never received a father's love or touch, hence failed to receive or give love to others. അനാഥത്വത്തിന്റെ അടയാളങ്ങളാണിത്. എന്താണ്? പിതാവാം ദൈവത്തിന്റെ സ്നേഹം സ്വയം അനുഭവിക്കാത്തതുകൊണ്ടും സ്വീകരിക്കുവാൻ കഴിയാത്തതുകൊണ്ടും അത് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാനോ, സുരേഷങ്ങൾ പറയുന്ന പോലെ ഈ പിതാവാം ദൈവത്തിന്റെ സ്നേഹം നമ്മളങ്ങ് കുടിച്ച് ഒരു ചാവുകളിൽ പോലെ ഒരു റെഡ് സീ ആകുകയല്ല. എത്രമാത്രം ഞാൻ ദൈവത്തെ അറിഞ്ഞു, ആ ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ടു, ക്യാപ്ചർഡ് ആയത്, അതിന്റെ അടയാളങ്ങളാണ്. ഈ സഭയിൽ സുരേഷങ്ങളുടെ എല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? എല്ലാവരും സുരേഷങ്ങളെ വിളിക്കുവാൻ കാരണം എന്താണ്? Because the love of God emanates from him. നിങ്ങൾ പറയുന്നതിനേക്കാൾ വലിയ വിഷയങ്ങൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് സുരേഷങ്ങള് എന്നായിരുന്നെങ്കിൽ he would never become an effective minister. Selfless love. അതുകൊണ്ടല്ലേ സുരേഷങ്ങളെ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുവാൻ കാരണം. We praise God for his life. ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് സ്തോത്രം പാസ്റ്റർ കുര്യനെ, ഒരു അപ്പോസ്തലൻ നമ്മുടെ മധ്യത്തിൽ കഴിഞ്ഞ 36 വർഷങ്ങൾ അനേക ആയിരങ്ങളെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ, അനേക മക്കളെ മിഷന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരു അപ്പനാണ്, ഒരു പിതാവാണ്. Love is not talk. Love അത് നമ്മളിൽ നിന്ന് ദൈവസ്നേഹം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഒരു അനാഥന്മാരെ സംബന്ധിച്ചിടത്തോളം അനാഥത്വത്തിന് എല്ലാം സെൽഫാണ്. അതുകൊണ്ട് എന്താ? പിതാവാം ദൈവത്തിന്റെ സ്നേഹം സ്വീകരിക്കുവാനോ അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനോ കഴിയാത്ത ഒരവസ്ഥ. രണ്ടാമത്തെ അടയാളം എന്താണ്? They are self-willed, stubborn, independent, not yieldable. Hence they find it difficult to be a part of family. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അനാഥന്മാരുടെ ഒരു പ്രത്യേകത എന്താണ്? അവർ സെൽഫ് വിൽഡ് ആണ്. എന്റെ ഇഷ്ടം, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എവിടെയാ? വീട്ടില, അപ്പന്റെ വീട്ടില. അപ്പനും അമ്മയും ഉണ്ട്. പക്ഷേ ലൂക്കോസ് സുവിശേഷം 15:11 വായിക്കണമേ. പിന്നെ അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. യേശു പിതാവാം ദൈവത്തെ വരച്ചു കാട്ടുന്ന ഒരു ഉപമയാണ്, ഒരു ദൃഷ്ടാന്തമാണ്, ഒരു ഉപമയാണ്. And he said a certain man had 2 sons. 2 പുത്രന്മാരുണ്ടായിരുന്നു. നമുക്കറിയാം, ഇളയപുത്രൻ ഒരു മറുതലിയ, he was a rebel. ഇളയപുത്രൻ മുടിയനായ പുത്രൻ എന്ന് പറയുന്നു. അവന്റെ ഇഷ്ടം സെൽഫ് വിൽഡ് ആണ്. അപ്പൻ പറഞ്ഞു, അവൻ മോനെ പോണ്ടടാ, നല്ലതല്ല നിനക്ക്. പക്ഷെ അവൻ അപ്പന്റെ വാക്ക് കേൾക്കാനോ അപ്പന്റെ ഹൃദയം മനസ്സിലാക്കാനോ അവൻ മറുതലിയായി ലൂസിഫർ ചെയ്തുപോലെ എന്താ വീട് വിട്ടങ്ങ് ഇറങ്ങി. പോയത് എവിടെയാ? പന്നിക്കുഴിയിൽ പോയി. പരാജയത്തിലേക്ക്, ക്ഷാമം. രണ്ടാമത്തെ പുത്രനും വീട്ടിന്റെ ഉള്ളിലാണ്. പക്ഷെ അവനും പുത്രനെ അപ്പ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ഉള്ളിലും ഭയങ്കര അനാഥത്വമാണ്. അപ്പോൾ രണ്ടാമത്തെ ലക്ഷണം എന്താണ്? ആ ഓർഫൻ സ്പിരിറ്റിന്റെ, ഓർഫൻ ഹാർട്ടിന്റെ രണ്ടാമത്തെ ലക്ഷണം എന്താണ്? സെൽഫ് വിൽഡ് ആണ്, ഭയങ്കര ഒപ്പീനിയേറ്റഡ് ആണ്. ഞാൻ ചിന്തിക്കുന്നത് തന്നെ കീഴ്പ്പെടാൻ, വിധേയപ്പെടുവാൻ. സ്തോത്രം. ഇൻഡിപെൻഡന്റ് ആണ്. എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട്, എനിക്ക് എന്റെ ഇഷ്ടം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന്റെ ഭാഗമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ അവിടെ ഒരുമിച്ച് പോകുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തെ, ഹല്ലേലൂയ, is ruled by insecurity. ഒരു അനാഥത്വത്തിന്റെ ആത്മാവിനാൽ അല്ലെങ്കിൽ ഹൃദയമുള്ള ഒരു അനാഥന്റെ ഒരു ഹൃദയം എങ്ങനെയാണ്? അവർ ഭയങ്കര ഇൻസെക്യൂർ ആണ്. ഇൻസെക്യൂർ ആണെന്ന് പറയുമ്പോൾ എന്താ? സുരക്ഷിത ബോധമില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ടെൻഷനാണ്. എന്റെ അവകാശം ആരെങ്കിലും അടിച്ചു മാറ്റുമോ? എന്തിനാണ് ഈ അപ്പൻ സകലതും മുടിച്ചു കളഞ്ഞ ഈ അനിയനെ ഇത്രമാത്രം ആദരിച്ച്? എന്താണ് ഇത്രയും സന്തോഷിക്കാനും ഈ ഒരു സെലിബ്രേഷൻ? എന്തിനാ ഇത്രയും ഡാൻസും മ്യൂസിക്കും? അവൻ വേശ്യമാരുടെ കൂടെ പോയി സകലതും മുടിച്ചു കളഞ്ഞവനല്ലേ? ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 24-ാമത്തെ വാക്യം തുടർന്ന് വായിക്കാം. യെസ്. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അതുകൊണ്ട് പിതാവാം ദൈവത്തിന്റെ ഭവനത്തിൽ ഭയങ്കര സന്തോഷവും ആനന്ദമാണ്. അവിടെ ആടലും പാടലും നൃത്തവും സന്തോഷവും സെലിബ്രേഷനുമാണ്. യെസ്. അപ്പോൾ ആനന്ദം. ഒരു പുത്രൻ മടങ്ങി വന്നതാണ്, സകലതും നശിപ്പിച്ച് മർദ്ദലിച്ച് പിന്മാറ്റത്തിലേക്ക് പോയി ദൈവഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ സ്വന്തം പിതാവാം ദൈവത്തിന്റെ ഹൃദയത്തെ യേശു വരച്ചു കാട്ടുകയാണ്. യെസ്. അവന്റെ മൂത്ത മകൻ വയലിൽ ആയിരുന്നു. യെസ്. അവൻ വന്ന് വീട്ടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചു. He heard music and dancing. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചു. ഇത് എന്തെന്ന് ചോദിച്ചു. 27-ാമത്തെ വാക്യം. യെസ്. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട്, അപ്പൻ സൗഖ്യത്തോടെ അവനെ തിരിച്ചു കിട്ടിയത് കൊണ്ട് തടിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. വേലക്കാരും സാധാരണ തടിച്ച ഒന്നാതെ മുറപ്പെട്ടിരിക്കുകയാണ്. അതിനോട് തടിച്ച കാളക്കുട്ടിയെ നിന്റെ അപ്പൻ അറുത്തു. യെസ്. അപ്പോൾ അവൻ കോപിച്ച്, സ്തോത്രം. നോക്കിയേ, ഇളയപുത്രൻ അനാഥത്വം വെളിപ്പെടുന്ന കണ്ടോ? സ്തോത്രം. അപ്പോൾ and he was angry and would not go into the father's presence or house. അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. ഓക്കേ, പുത്രനാണ്. ഹല്ലേലൂയ. അനാഥത്വം. ദൈവസഭയിലും നമ്മൾ ഒന്നെങ്കിൽ
ഈ ഇളയ പുത്രനെ പോലെ മുടിയനായ പുത്രനെ പോലെയാണ്. വരുന്നുണ്ട്, ഹല്ലേലൂയ പാടുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയം, നമുക്ക് ദൈവത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദൈവകൽപ്പനകളും ദൈവത്തിന്റെ ഹൃദയവും ദൈവത്തിന്റെ ഇഷ്ടമൊന്നും അതെല്ലാം മൈലുകൾ ദൂരെയാണ് ചിലപ്പോൾ. അതുകൊണ്ട് we may be like orphans, rebels, മർദ്ദലികളായി ചിലപ്പോൾ നമ്മൾ ഈ ജ്യേഷ്ഠ സഹോദരനെ പോലെ എല്ലാവരും ഉണ്ട്. പക്ഷെ ഭയങ്കര മതപരമായി നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൃദയം, പരിശുദ്ധാത്മാവ് നമ്മെ ഒന്ന് സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ സർജറി ഒന്ന് ചെയ്യട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തെ ദൈവം ഒന്ന് നന്നായി ഒന്ന് കഴുകട്ടെ, ഒന്ന് ശുദ്ധീകരിക്കട്ടെ. ഇതുപോലുള്ള അനാഥത്വത്തിന്റെ ആത്മാവ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ ഹൃദയം. അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ, സ്വഭാവങ്ങൾ, വാക്കുകൾ, ചിന്താഗതികൾ, മൈൻഡ് സെറ്റ്, പെർസ്പെക്റ്റീവ്. ആമേൻ. And he was angry. ആരോടാ ദേഷ്യപ്പെട്ടത്? അപ്പനോട്. He forgot his position. ദൈവം എന്താ അങ്ങനെ ചെയ്തേ? ദൈവം എന്താ ഇങ്ങനെ ചെയ്തേ? എന്നാലും ദൈവം ഇങ്ങനെ എന്നോട് not known the father. Hallelujah. And he was angry and would not go in. ഇല്ലേ, വിശ്വാസത്യാഗങ്ങൾ സംഭവിക്കുന്നു, മർദ്ദലിപ്പ് സംഭവിക്കുന്നു, ഹല്ലേലൂയ, പിന്മാറ്റം സംഭവിക്കുന്നു, ദൈവത്തോട് തന്നെ നിരാശപ്പെട്ടിരിക്കുന്നു, ഡിപ്രഷൻ വരുന്നു. My God, we need a great experiential knowing of God. ഈ പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം വേരൂന്നി ഒന്ന് അടിസ്ഥാനപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കും. He was angry. വായിക്കാം, ആ വചനം വായിക്കാം, 28. അപ്പോൾ അവൻ കോപിച്ചു. അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവനോട് അപ്പൻ എന്ത് ചെയ്യുക? അകത്ത് വരാത്തതുകൊണ്ട് Can you see the Father? Behold the Father. ഈ പിതാവിനെ നമുക്കൊന്ന് കാണാം. ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വരച്ചു. ഇന്ന് യേശു നമ്മുടെ മധ്യത്തിലല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പേ യേശു തന്റെ ശിഷ്യന്മാരോട് ഇത് വരച്ചു കാട്ടുകയാണ്, പുരുഷാരത്തോട് വരച്ചു കാട്ടുകയാണ്. Our Father is a good. Yahweh is a good Father. സൈന്യങ്ങളുടെ യഹോവ, യാഹ്വേ ശബോത്ത്, എൽ ശദായ് ആയിരിക്കുന്ന ഈ ദൈവം വലിയവനായ ദൈവം, അടച്ചുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാണെങ്കിലും he is a good Father. You don't have to fear him in a negative way. ഈ പിതാവ് എന്ത് ചെയ്യുക? ഹല്ലേലൂയ. തന്റെ പൊസിഷനും തന്റെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് പിതാവ് വീട്ടിന്റെ പുറത്ത് വന്ന് ഈ മകനോട്, അനാഥനായിരിക്കുന്ന ഈ മൂത്ത ജ്യേഷ്ഠനോട്, മകനോട്, തന്റെ പുത്രനോട് താൻ സംസാരിക്കുക. തന്റെ ഹൃദയത്തിന്റെ വേദന സംസാരിക്കുക, സന്തോഷം പങ്കിടുക. മോനെ, അവിടെ നിർത്താം. നമുക്ക് തിരിച്ച് ആ ലിസ്റ്റിലേക്ക് വരാം. സ്തോത്രം. മൂന്നാമത്തെ എന്താ? ഒരു അനാഥത്വത്തിലുള്ള വ്യക്തികൾക്ക് അസുരക്ഷിതത്വ ബോധമില്ല. They are insecurity. They are ruled by insecurity and lack a sense of belonging, hence suffers from inner peace. അതുകൊണ്ട് എന്താ? കുടുംബത്തില, പക്ഷെ കുടുംബത്തിലുള്ള ഒരു സന്തോഷമോ ഒരു സമാധാനമോ ഒരു റെസ്റ്റോ, എപ്പോഴും അവരങ്ങ് റെസ്റ്റ്ലെസ് ആണ്, സമാധാനമില്ല, അല്ലേ? അങ്ങനെയുള്ള ഭവനങ്ങളെ പണിതെടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയുള്ള ഒരു പുത്രിമാരും ആയിത്തീരട്ടെ. ദൈവസഭ എന്ന് പറയുമ്പോൾ ഒരു പ്രസ്ഥാനമല്ല, ഒരു കുടുംബമാണ്. നിങ്ങളോട് ദൈവത്തിന് സ്നേഹമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ എങ്ങനെ സ്വർഗം തുറന്ന്, യേശുവിന്റെ സ്ഥാനത്തെങ്കിൽ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ വന്ന് ആകാശത്തിൽ നിന്ന് പിതാവിന്റെ ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. This is my beloved son in whom I am well pleased. അതുകൊണ്ട് നമ്മൾ ഒത്തിരി പ്രവർത്തിച്ച് ദൈവത്തിന്റെ പ്രീതി നേടിയെടുക്കാൻ, ദൈവത്തിന്റെ സ്നേഹം നേടിയെടുക്കാൻ ആ പൊസിഷനിലേക്ക് എങ്ങനെയെങ്കിലും കയറുവാൻ നാം ശ്രമിക്കേണ്ട. ദൈവം നമ്മെ ദത്തെടുത്ത് ആ പൊസിഷൻ ദൈവം നമ്മെ തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി നാം ശ്രമിക്കേണ്ട ഒരു പുത്രനായി നാം ഒന്ന് ജീവിച്ചാൽ മതി. ഒരു പുത്രിയായി ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കി ആ സ്നേഹത്തിൽ നാം ഒന്ന് വേരൂന്നി വളർന്നാൽ മതി, ഒന്ന് അടിസ്ഥാനപ്പെട്ടാൽ മതി. We don't have to strive and struggle to be a son. We are a son. എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരെടുത്ത് വന്ന് നിങ്ങളോടൊന്ന് പറയാൻ, you are God's well beloved son. നീ ദൈവത്തിന്റെ പ്രിയപുത്രനാണ്. You are God's well beloved son. You are God's well beloved son. You don't have to struggle and strive for that identity. ദൈവം ആ ഐഡന്റിറ്റി നമുക്ക് തന്നിരിക്കുകയാണ്. You have an identity because identity brings intimacy. Amen. ക്രിസ്തുവിൽ ദൈവത്തിന്റെ, hallelujah. Now in Christ Jesus we are the well beloved sons and daughters of God. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുമ്പോൾ സ്തോത്രം, ആ പ്രിവിലേജ്, ആ പൊസിഷനിൽ നിന്ന് ദൈവത്തിന്റെ പ്രിയ മക്കളായി ജീവിക്കുവാൻ, അപ്പന്റെ ഹൃദയം തിരിച്ചറിഞ്ഞ്, അപ്പന്റെ ഹാർട്ട് മനസ്സിലാക്കി, ഹൃദയത്തിന്റെ തുടിപ്പ് മനസ്സിലാക്കി, പിതാവാം ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആ കരമുയർത്തി ദൈവത്തിന്റെ പ്രിയ മക്കളായി, ഹല്ലേലൂയ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. We don't have to struggle and strive for his acceptance and approval. We are called to leave from our position and privilege as sons and daughters. Amen. Hallelujah. അതുകൊണ്ട് തിരിച്ച് നമ്മുടെ ലിസ്റ്റിലേക്ക് വരാം. സ്തോത്രം. Hallelujah. He is ruled by insecurity, lacks a sense of belonging and suffers
സമാധാനമില്ല, സ്വസ്ഥത ഇല്ലേ? നമ്മളിപ്പോൾ കേൾക്കുന്ന ഭയങ്കര വേർത്ത്ലെസ് പാസ്റ്ററെ, ഭയങ്കര സ്തോത്രം, സെൻസ് ഓഫ് പീസ് ഇല്ല, സമാധാനമില്ല, സന്തോഷമില്ല. എന്താ? കുടുംബത്തിൻ്റെ ഉള്ളിലാണ് നല്ല അപ്പനും അമ്മയും ഉണ്ട്, നല്ല സഹോദരന്മാരുണ്ട്, പക്ഷെ എവിടെയോ ഈ അനാഥത്വത്തിൻ്റെ ആത്മാവ് ക്യാപ്ചർ ചെയ്തിരിക്കുക. അത് പൊളിയട്ടെ ഇന്ന് പകൽക്കാലം, അത് പൊളിയട്ടെ. നീ ഒരു അനാഥനല്ല, നീ ഒരു അടിമയല്ല. ക്രൂശിലെ വില കൊടുത്ത്, യേശുവിന്റെ ചങ്കിലെ രക്തം കൊടുത്ത് നിന്നെ പുത്രനാക്കി ദൈവം തീർത്തിരിക്കുക. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്നേഹം നിന്റെ ഉള്ളിലേക്ക് പകർന്ന് അപ്പാ എന്ന് വിളിക്കുവാൻ. ഓ മൈ ഗോഡ്, let the devil, let the orphan, ancient, wicked spirit not deceive. നിങ്ങളെ കബളിപ്പിക്കാതെ. ദൈവത്തിന്റെ സ്നേഹമുണ്ടോ? ദൈവം കൈവിടുമോ? No, 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 no. Hallelujah. അനാഥനായ ഒരു വ്യക്തി എന്താ ചെയ്യുന്നത്? He strives hard. പരിശ്രമിക്കുകയാണ്. മതപരമായ ആൾക്കാർ എന്ത് ചെയ്യുക? They strive hard. ഒത്തിരി ഉപസിക്കണം, ഒത്തിരി പ്രാർത്ഥിക്കണം, ഒത്തിരി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നാം ഒന്നും ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ. ദൈവം നിങ്ങളിൽ പ്രസാദിച്ച് നിങ്ങളെ ദൈവത്തിന്റെ പ്രസാദം കൊണ്ട് നിറച്ച് ദൈവത്തിന്റെ പ്രിയ മക്കളായി ഈ ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ നിങ്ങളൊന്ന് സമർപ്പിക്കുക. We must leave from the place of sonship. They strive hard to be praised, approved and accepted from others, hence feels rejected if not appreciated and approved for what they do. അവരെല്ലാം പ്രവർത്തിയാണ്, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഭയങ്കര പ്രവർത്തനമാണ്. പക്ഷേ ഈ പ്രവർത്തനത്തിന് തക്കോണമുള്ള ഒരു അംഗീകാരം കിട്ടാതെ വരുമ്പോൾ പിന്നെ അവരങ്ങ് വിഷമിക്കാം. മൈക്കിൻ്റെ സൗണ്ട് കുറച്ചത് കൊണ്ടുപോയി പിന്നെ അങ്ങ് ഹല്ലേലൂയ, പിന്നെ അങ്ങ് വിഷമിക്കും, പിന്നെ അങ്ങ് നിരാശപ്പെടും. അവർക്ക് സന്തോഷമില്ല. അനാഥത്വം അത് കാണിക്കുന്നത്. They feel rejected if they are not appreciated and approved for what they do. They work hard to earn favor and merit blessings, find significance on what they do. അവർ ചെയ്യുന്ന കാര്യത്തിലാണ് അവരുടെ സിഗ്നിഫിക്കൻസും വേർത്തും ഐഡന്റിറ്റിയോ കണ്ടെത്തുന്നത്. ഞാൻ അങ്ങനെ ചെയ്തു, കർത്താവിന് വേണ്ടി അങ്ങനെ ചെയ്തു, ഞാൻ കർത്താവിന് വേണ്ടി ഇത് ചെയ്തു. അതിലാണ് അവരുടെ ആ സ്വയ വില അവർ കണ്ടെത്തുന്നത്, സെൽഫ് വേർത്ത് കണ്ടെത്തുന്നത്. അതുകൊണ്ട് എന്താ, എത്ര ചെയ്താലും പോരാ 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 പോരാ. അതുകൊണ്ട് ഒരു സുരക്ഷിത ബോധമില്ലാത്തത് കൊണ്ട് they strive hard to be praised and approved. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തികൾ ഒന്ന് പരാജയപ്പെട്ടാൽ, ഒന്ന് വീണു പോയാൽ, അവരുടെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിച്ചാൽ എന്ത് പറ്റും? അവരുടെ ജീവിതം, അവരുടെ വേൾഡ് കൊളാപ്സസ്. പിന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്തോത്രം വിഷമവും ഡിപ്രഷനും ഡിസപ്പോയിൻമെൻറ്റും വേദനയാണ്. The whole world collapses. They work hard to earn favor and merit blessings. They find significance on what they do. Hence, when they fail, when the person fails, the whole world collapses and they become depressed and disappointed. ആറാമത്തെ പോയിന്റ്, they are competitive. ഭയങ്കര, അതുകൊണ്ടാണ് അനാഥത്വത്തിന്റെ ഒരു അടയാളം എന്താണ്? അവർ ഭയങ്കരമായി കോമ്പീറ്റ് ചെയ്യും. മത്സരം ഇല്ലേ? റെബല്യൻ, മത്സര ബുദ്ധി. അവർ മത്സരിക്കുക. They are competitive. They are affected by the spirit of rivalry, വിദ്വേഷം, അല്ലേ? വഴക്ക്, കലഹം. അവർ വന്നു കഴിഞ്ഞാൽ, എവിടെ വന്നു കഴിഞ്ഞാലും ആ കലഹവും വഴക്കും they carry. അതെന്താ? ഓർഫൻ സ്പിരിറ്റ് ആണ്. ഈ ദിവസങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ, എന്നിൽ അതുകൊണ്ട് കർത്താവേ, ഞാൻ സമാധാനത്തിൻ്റെ ഒരു വ്യക്തിയാണോ, അതോ കലഹം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണോ, വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണോ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണോ? നല്ല വിഷയങ്ങൾ, നല്ല പ്രശ്നങ്ങളും ഉണ്ട്, ഹല്ലേലൂയ, പക്ഷെ തെറ്റായിട്ടുള്ള രീതിയിൽ. പ്രൈസ് ബി ടു ഗോഡ്. ഏഴാമത്തെ, അതുകൊണ്ട് they become irritated, they get upset, affected by what others do or when they are praised. മറ്റുള്ളവരെ പുകഴ്ത്തുമ്പോൾ, മാനിക്കുമ്പോൾ, അംഗീകരിക്കപ്പെടുമ്പോൾ അവർക്ക് അതുകൊണ്ട് സഹിക്കാൻ, അവർക്ക് ഭയങ്കര കത്തല ഉള്ളിൽ. Right? That's an orphan heart. They're not able to rejoice at others' success and blessings. Hence, they're always critical and suspicious when others succeed. അവർക്ക് മറ്റുള്ളവരുടെ സന്തോഷം, ജയം, ശുശ്രൂഷകളിൽ ഞങ്ങൾ ഇത്രയും ആത്മാക്കളെ നേടി, ഇത്രയും സഭകളെ. അനാഥത്വമാണെങ്കിൽ അത് വെറും കളവായിരിക്കും, അത് വെറും അങ്ങനൊന്നും സാധ്യം. ഹല്ലേലൂയ. ദൈവം അവരെ മാനിച്ചു, ദൈവം അവരെ ഉയർത്തി, ദൈവം അവർക്ക് വേണ്ടി വിശാലമായ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ജയത്തിൽ, ഉയർച്ചയിൽ, മാനത്തിൽ സന്തോഷിക്കുവാൻ കഴിയാത്തൊരു ഹൃദയമാണെങ്കിൽ ഇറ്റ്സ് അനാഥത്വത്തിൻ്റെ ഒരു ഹൃദയമാണ്. എട്ടാമത്തെ, they cannot relate to those whom God has placed above them. ദൈവം അവരുടെ ജീവിതത്തിന് മേൽ, അവരുടെ വീട്ടിലുള്ള പിതാവും മാതാവുമായിരിക്കാം, സ്തോത്രം ഹല്ലേലൂയ, they cannot relate to those whom God has placed over them. Hence, they always are distressed. എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, എനിക്ക് മിസ്ട്രസ്റ്റാ, ഡിസ്ട്രസ്റ്റാ, and they are suspicious. സംശയമാ. they find difficulties. അതുകൊണ്ട് തന്നെ വിധേയപ്പെടുവാൻ, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അനാഥത്വത്തെയാണ് അത് കാണിക്കുന്നത്. ഒമ്പതാമത്തെ, they get easily provoked. ഭയങ്കരമായി അവർ വികാരപരിതരാകും, ദേഷ്യപ്പെടും, ഇറിറ്റേറ്റഡ് ആകും, ഡിസ്കറേജ്ഡ് ആകും, അപ്സെറ്റ് ആകും. വാക്കുകൾ തന്നെ ഭയങ്കര അപ്സെറ്റ് ആണ് പാസ്റ്ററെ.
അനാഥത്വത്തിന്റെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? ഹല്ലേലൂയ. They get easily provoked, irritated, discouraged, upset, volatile. പിന്നെന്താ? വായിൽ തോന്നുന്നത് അബ്യൂസീവായി മാറും. നമ്മളിങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. ഇതൊക്കെ നമുക്ക് സംഭവിക്കാം. പക്ഷെ നമ്മൾ ആഴമായി ഒരു സ്വയശോധന ചെയ്യണം. പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. നമ്മൾ കർത്താവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, ദൈവത്തിന്റെ പുത്രന്മാരാണ്, നമ്മൾ പാടുന്നു, ഐ എം നോട്ട് എ സ്ലേവ്. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം. ഈ അനാഥത്വത്തിന്റെ ഹൃദയം, അവസ്ഥകൾ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. They have difficulty to receive correction. തിരുത്തൽ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ, കറക്ഷൻ റിസീവ് ചെയ്യാനൊക്കെ അവർക്ക് ഭയങ്കര പാട്. They get hurt and they get offended, hence close themselves to discipline. അതുകൊണ്ട് തിരുത്തുവാൻ, അവരെ ഒന്ന് ശകാരിക്കുവാൻ, സ്നേഹത്തിന്റെ ശിക്ഷണങ്ങളും ശകാരങ്ങളും. അതുകൊണ്ട് എന്താ? അനാഥനെ പോലെ അല്ലേ, ഒരു കാട്ടിലെ വൃക്ഷം അവിടെ ട്രിം ചെയ്യുന്നില്ല. നമ്മൾ നല്ലൊരു തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം മനോഹരമായി ട്രിം ചെയ്ത് വളരെ മനോഹരമായി കാട്ടിൽ അങ്ങോട്ട് വളർന്നു, ഇങ്ങോട്ട് വളർന്നു. അതുകൊണ്ട് ശിക്ഷണത്തിന് വേണ്ടി ഈ ഒരു അനാഥത്തിലുള്ള ഹൃദയത്തിന്റെ പ്രശ്നം എന്താ? വാട്ട്സ് ദ പ്രോബ്ലം ഓഫ് an orphan heart? It prevents us from rightfully relating to God our Father and our relationship with others. അനാഥത്വത്തിന്റെ ആത്മാവ് വെച്ച് പുലർത്തിയാൽ, ആ ഹൃദയം വെച്ച് പുലർത്തിയാൽ എന്ത് ചെയ്യും? നമുക്ക് ദൈവത്തോട് ബന്ധപ്പെടുവാൻ കഴിയുകയില്ല. ദൈവത്തെ തന്നെ നാം സംശയിക്കും. അതുകൊണ്ട് നമുക്ക് സന്തോഷമില്ല, നമുക്ക് മ്ലാനതയാണ്. ഇല്ല, ഫാസ്റ്റിംഗ് പ്രയറിലൊക്കെ വന്ന് ദൈവം ഇത്രയും വലുത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. ഇത്ര വലിയ രക്ഷയാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്തത്. പാപത്തിന്റെ ചേറ്റിൽ നിന്നും കുഴിയിൽ നിന്നും ഒക്കെ ദൈവം നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി രക്ഷ അന്ന് നിത്യജീവൻ തന്നു, സ്വർഗം തന്നു. എന്നിട്ട് നമ്മുടെ മുഖത്തെന്തില്ല? ഹല്ലേലൂയ അല്ലേ? ഭൂരിഭാഗം വിശ്വാസികൾക്കും ഒരു സംതൃപ്തിയില്ല, അവിടെ മുഖത്തൊരു ശരിയില്ല. അവർക്ക് ദൈവത്തോടുള്ള നന്ദിയുടെ ഒരു എക്സൈറ്റ്മെന്റ്, ആദ്യ സ്നേഹത്തിന്റെ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോഴും അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, അതില്ലല്ലോ, ഇതില്ലല്ലോ. ദാറ്റ് പ്യൂർ എക്സൈറ്റ്മെന്റ് ദൈവത്തെയൊക്കെ ഒന്ന് ആഴമായി ഒന്ന് സ്നേഹിക്കുവാൻ, ആരാധിക്കുവാൻ. ലൂക്കോസ് 7:37 പാപിനിയായ സ്ത്രീ തന്റെ പാവം ക്ഷമിച്ചു കിട്ടി. ഹല്ലേലൂയ. കർത്താവ് തന്നെ ചേർത്ത് പിടിക്കും, എന്നെ സ്നേഹിക്കും. മറ്റുള്ളവർ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ഈ യേശു എന്റെ പാവത്തെ ക്ഷമിക്കുവാൻ, എന്നെ വിധിക്കാതെ. ഹല്ലേലൂയ. അവൾ വന്ന കർത്താവിന്റെ കാൽക്കൽ അവൾ കരയുകയാണ്. വിലയേറിയ വെങ്കൽ ആഭരണയിൽ തൈലമൊക്കെ കൊണ്ടുവന്ന് 1 വർഷം അധ്വാനിച്ച് തനിക്ക് കിട്ടിയ അതെല്ലാം കർത്താവിന്റെ കാൽക്കൽ പൊട്ടിച്ചൊഴിഞ്ഞ് അവളങ്ങ് സ്നേഹിക്കുകയാണ്. എടി, നിനക്ക് എന്ത് കിട്ടി ഇത്രയും അങ്ങ് സ്നേഹിക്കാൻ? അങ്ങനെ ഒരാൾ നമ്മുടെ മധ്യത്തിൽ വന്ന് അവള് ദൈവത്തെ സ്നേഹിക്കുന്നവണ്, നമ്മളൊക്കെ ലജ്ജിച്ചു പോകും. നമുക്ക് കൈ ഇത്രേ പോകത്തോളൂ. നമ്മളെ വാ കർത്താവിന് വേണ്ടി. ആ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണമേ. അനാഥത്വം നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുമ്പോൾ സ്വന്തം ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങൾ, ദൈവത്തിന്റെ സ്വന്തം ക്രൂശല യാഗം, ഈ പിതാവാം ദൈവത്തിന്റെ സ്നേഹം. അതുകൊണ്ട് എന്താ? അത് നമ്മളെ എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും, നമ്മളെ തടയും. ഒരു തടസ്സമാണ് ഈ അനാഥത്വം. ഈ അനാഥത്വത്തിന്റെ ഹൃദയവും മൈൻഡ് സെറ്റ് കൊണ്ടുവന്നാൽ, ഹല്ലേലൂയ, ദൈവത്തെ ഒന്ന് ആസ്വദിക്കുവാൻ, ദൈവത്തെ ഒന്ന് സ്നേഹിക്കുവാൻ, ദൈവത്തോടൊന്ന് ബന്ധപ്പെടുവാൻ, ശരിയായിട്ടുള്ള രീതിയിൽ ആ സ്നേഹത്തിന് പകർച്ചകളൊന്നും അനുഭവിക്കുവാനൊന്നും കഴിയാതെ നാം തടസ്സപ്പെട്ടു പോകുക. നമ്മുടെ ജീവിതങ്ങൾ ശോഷിച്ച് പോവുകയാണ്. നാം ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമില്ലാത്ത ജീവിതങ്ങളായി പോകും. So we must deal with the orphan heart. നമ്മൾ മാത്രമല്ല, മറ്റുള്ളവരോട് ദൈവത്തിന്റെ സ്നേഹത്താൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നത് എന്തിനാണ്? നമ്മളിൽ നിന്ന് ഈ സ്നേഹം അതിന്റെ ഇറ്റ് ബ്ലോക്സ് ആൻഡ് ഹിൻഡേഴ്സ് അവർ സ്പിരിച്വൽ, നമ്മുടെ ആത്മീയ വളർച്ചയെ, മുന്നേറ്റത്തെ തടയും. ഒരു മഹത്വത്തിൽ നിന്ന് മറ്റൊരു മഹത്വത്തിലേക്ക് കയറി പോകേണ്ടതിന് പകരം നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങുക. വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ നാം അങ്ങ് സ്റ്റക്കായി. പറഞ്ഞില്ലേ പാസ്റ്റർ, സ്റ്റക്ക. എന്താ ഈ സ്റ്റക്ക്? അതിന്റെ പ്രധാന കാരണം അനാഥത്വത്തിന്റെ ഹൃദയം എവിടെയോ നമ്മളെ ബ്ലോക്ക് ചെയ്തു. നമ്മൾ കയറി പോകേണ്ടതായിരുന്നു, നമ്മൾ കത്തേണ്ടതായിരുന്നു, നമ്മുടെ ജീവിതം പ്രയോജനപ്പെടേണ്ടതായിരുന്നു. പക്ഷെ എവിടെയോ ഈ അനാഥത്വം നമ്മെ ലോക്ക് ചെയ്ത് കളഞ്ഞു. ഹല്ലേലൂയ. പിന്നെ ഏറ്റവും വലിയൊരു വിഷയം എന്താ? പ്രോബ്ലം എന്താ? ഈ നല്ലവനായ ദൈവത്തെ ഒന്ന് വരച്ച് കാട്ടുവാൻ, പ്രതിബിംബിക്കുവാൻ കഴിയാതെ പോകുന്ന, it steals our privilege from effectively representing the Father. Hallelujah. ആമേൻ. ഇതെത്ര പേരെന്ന് ആഗ്രഹിക്കും, കർത്താവേ എന്റെ ജീവിതത്തിൽ നിന്ന് ഈ അനാഥത്വം ഒന്ന് പോകും. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർക്ക് എഴുതിയ 4:13 പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം എന്താ ചെയ്യുന്നേ? നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 4:13 തന്റെ ശുശ്രൂഷകളുടെ സ്തോത്രം വേദനകളിലും പ്രയാസങ്ങളിലും താൻ സ്തോത്ര സഭയുടെ ഉള്ളിലും പുറത്തുമൊക്കെ നേരിടുന്ന എല്ലാ പീഡനങ്ങളുടെ മധ്യത്തിൽ നിന്ന് താൻ നിരുത്സാഹപ്പെടാതെ, താൻ വിഷമിച്ച് വേദനിച്ചു പോകാതെ, താൻ പിന്മാറി പോകാതെ, പീഡനത്തിന്റെയും അടിയുടെയും എല്ലാ വിമർശനങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ജയിലുകളിലും കാരാഗ്രഹവും എല്ലാം അതിനെയെല്ലാം സ്തോത്രം ഒരു ആഘോഷമാക്കി മാറ്റുവാൻ കഴിഞ്ഞത് എന്താ? 2 കൊരിന്ത്യർക്ക് എഴുതിയ 5:13 ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. കഴിയുന്നവർക്ക് ഈ ക്രിസ്തുവിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹത്താൽ നാം പിടിക്കപ്പെടുമ്പോൾ ഈ ക്രിസ്തുവിന്റെ സ്നേഹം എന്ത് ചെയ്യും? പൗലോസ് പറയുക, ഈ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ, ഈ ദൈവ സ്നേഹമാണ് ഒരു ഫോഴ്സ്. ദാറ്റ്സ് ദ ഗൈഡിങ് ഫോഴ്സ്. നമ്മളെ നിർബന്ധിക്കുന്നത് സുവിശേഷ വേല ചെയ്യുവാൻ. മറ്റുള്ളവർ തിരസ്കരിക്കുമ്പോഴും, വേദന അനുഭവിക്കുമ്പോഴും, മറ്റുള്ളവർ വിമർശിക്കുമ്പോഴും, കുറ്റപ്പെടുത്തുമ്പോഴും, ഒറ്റിക്കളയുമ്പോഴും,
കളയുമ്പോഴും ബിട്രേ ചെയ്ത് കളയുമ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു ദൈവത്തിന്റെ ദൗത്യത്തെ നിവർത്തിക്കുവാൻ. Hallelujah. സ്തോത്രം. ക്രിസ്തുവിന്റെ പത്രങ്ങളായി ശോഭിക്കുവാൻ. Amen. The love of Christ compels. Yes. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-37 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, പൗലോസ് ഈ ദൈവസ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് കുടിച്ചൊരു മനുഷ്യൻ. ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഒരു ജനമായി, ഒരു കൂട്ടമായി, ഒരു ദൈവസഭയായി പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. താൻ അങ്ങ് ദൈവത്തോട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക, കർത്താവേ, ഇവർ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. They must be rooted, grounded and founded in the love of Christ. Amen, amen. Who shall separate us? Yes. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? എന്താണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നില്ലേ? ഇന്ന് ചെറിയ ഇത്രയൊന്നും വേണ്ട. പട്ടിണിയും സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പീഡനവും ഇതൊന്നും വേണ്ട. സ്തോത്രം, ചെറിയ വിഷയങ്ങൾ മതിയില്ലേ? ചെറിയ കാര്യങ്ങൾ മതിയില്ലേ? നമ്മുടെ സ്തോത്രം, നമ്മുടെ സന്തോഷം, നമ്മുടെ ആ സംതൃപ്തി എടുത്ത് കളയുവാൻ, നമ്മുടെ ആരാധന, നമ്മുടെ ദൈവത്തോട് ഉണ്ടായിരിക്കുന്ന കൂട്ടായ്മ, പ്രാർത്ഥനകൾ എടുത്തു കളയാൻ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയും, റോമാ മക്കളെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ. Who shall separate us from the love of Christ? Shall tribulation, distress, persecution, famine, nakedness, peril, sword? Yes. Hallelujah. തുടർന്ന് വായിക്കാം. Yes. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പൗലോസ് പറയാ, ശുശ്രൂഷകരാ, അപ്പോസ്തലൻ, അഭിഷേകം ചുമക്കുന്നവരാ, പക്ഷെ ആടുകളെ പോലെ കൊല്ലുവാൻ കൊണ്ടുപോയ ആടുകളെ പോലൊക്കെ ആണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവം. മക്കളെ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. We are more than conquerors. എവിടെയാ ഈ more than conquerors? നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലമായ ഈ അനാഥത്വം കൊണ്ടുവന്ന് നമ്മളെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വലിച്ച് അപ്പന്റെ ഭവനത്തിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ, പന്ന പിശാചേ, ഓർഫൻ സ്പിരിറ്റേ, അനാഥത്തിന്റെ ആത്മാവേ, അപ്പനെ വിട്ടുള്ള വേറെ കളിയില്ല. യേശുവിന്റെ സ്നേഹത്തെ വിട്ടുള്ള വേറെ ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ആമേൻ. യോബ് പരീക്ഷിക്കപ്പെട്ടു. സമ്പന്നനായിരുന്നു, നീതിമാനായിരുന്നു, ധനികനായിരുന്നു. താൻ ഒറ്റ ദിവസം കൊണ്ട് മക്കൾ എല്ലാം പോയി. അടുത്ത ദിവസം കാറ്റടിച്ചു, തന്റെ സമ്പത്തെല്ലാം പോയി. മൂന്നാം ദിവസം അടുത്ത പൈശാചിക ആക്രമണം സംഭവിച്ചു. തന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. താൻ ഒരു ഭക്തനായതുകൊണ്ടും ഒരു ദൈവസ്നേഹി ആയതുകൊണ്ടും തന്റെ മക്കൾ അപഹരിക്കപ്പെട്ടപ്പോൾ, തന്റെ സമ്പത്ത് അപഹരിക്കപ്പെട്ടപ്പോൾ, തന്റെ ശരീരം പോലും നശിച്ചപ്പോൾ, അതിന്റെ മധ്യത്തിൽ നാം വേദനിക്കുമ്പോഴാണ് when we go through these kind of testings and trials. He was a more than a conqueror. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ, ദൈവ സ്നേഹത്താൽ ഇതിന്റെ മധ്യത്തിലും ദൈവത്തെ ശപിച്ചങ്ങ് മരിക്ക മനുഷ്യ എന്ന് അങ്ങനെയുള്ള ഒരു ശബ്ദം തന്റെ പ്രിയയിൽ നിന്ന് വന്നപ്പോൾ പോലും എടി അങ്ങനെ പറയല്ലേ. Hallelujah. He was more than a conqueror. Hallelujah. Amen. 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 അതെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമുക്ക് നല്ല സൗഖ്യം തരും. ഹല്ലേലൂയ. ദൈവം നമുക്ക് സ്വന്തം വിസ തരും, ദൈവം നമ്മളെ ഹല്ലേലൂയ അനുഗ്രഹിക്കും, ദൈവം നമ്മളെ ഹല്ലേലൂയ നമുക്ക് ഭവനം. ദൈവം ഹല്ലേലൂയ. പക്ഷെ ദൈവ സ്നേഹത്തിന്റെ ആഴത്തിൽ അടിസ്ഥാനപ്പെടുന്ന വ്യക്തി ഹല്ലേലൂയ. ഗ്രഹാം സ്റ്റെയിൻസിനെ എത്ര പേർക്ക് അറിയാം? ഗ്രഹാം സ്റ്റെയിൻസ് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സുഖകരമാകുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും നാം ക്രിസ്തു എന്ന പാറയിൽ അടിസ്ഥാനപ്പെട്ടാൽ ഈ ദൈവ സ്നേഹത്തിന് ആഴത്തിൽ വേരുന്നി നാം വളരണമേ. എന്നാൽ മാത്രമേ നമുക്ക് മിഷന് വേണ്ടി നമ്മളെ തന്നെ ചെലവിടുവാൻ പറ്റൂ. നമ്മുടെ മക്കളെ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ച് അവരുടെ ജീവിതങ്ങൾ ഒരു യാഗമായി സമർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഗ്രഹാം സ്റ്റെയിൻസ് നമുക്കറിയാം, ഓസ്ട്രേലിയൻ മിഷണറിയായി ഓസ്ട്രേലിയയിൽ നിന്ന് അവിടുത്തെ സഭ ഭാരതത്തിലേക്ക് അയച്ച ഒഡീസയിൽ വന്ന് കുഷ്ഠരോഗി, ആർക്കും വേണ്ടാത്ത ഭാരതീയ കുഷ്ഠരോഗികൾക്ക് വേണ്ടി അധ്വാനിച്ച ഈ മനുഷ്യനെ നമുക്കറിയാമല്ലോ. നമ്മൾ ഭാരതീയർ അനാഥത്വത്തിന്റെ ആത്മാവിനെ പിടിക്കപ്പെട്ട അവരെ ഈ അപ്പനെയും ഈ രണ്ട് മക്കളെയും 23 ജനുവരി 1999 ഇന്ന് 27 വർഷങ്ങൾ കഴിഞ്ഞു. 1999 സ്തോത്രം ഒഡീസയിൽ അവരെ ജീവനോടെ ഒരു സുവിശേഷ യോഗം കഴിഞ്ഞ് ആർക്കും വേണ്ടാത്ത അനാഥരെ ദൈവത്തിലേക്ക് കൊണ്ടുവന്ന് പ്രവർത്തിച്ച അവിടെ വീടും കുടുംബം എല്ലാം വിട്ട്, സമ്പത്തെല്ലാം വിട്ട് ഇവിടെ വന്ന ദൈവത്തിന് വേണ്ടി. That's love in action. ആഗ്രഹാം സ്റ്റെയിൻസിനെ തന്നെ ആ രണ്ട് മക്കളെയും ഭാരതം ചുട്ടുകൊന്നു. നാം ആണെങ്കിൽ എന്ത് ചെയ്തേനെ? ഒരു ചെറിയ വിഷയം വരുമ്പോൾ നമ്മളങ്ങ് കുലുങ്ങത്തില്ലേ? നമ്മളങ്ങ് സങ്കടപ്പെടത്തില്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്രഹാം സ്റ്റെയിൻസ് ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസ് ഹല്ലേലൂയ വിളിച്ചു പറയുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട ഈ സഹോദരി പറയുകയാണ്, എന്റെ ഭർത്താവിനെ, എന്റെ മക്കളെ കൊന്നവരെ ക്രിസ്തു
ക്ഷമിക്കുന്നത് പോലെ I forgave them from my heart. I forgave them from my heart. അതെ, എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് അകറ്റി, എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അപഹരിച്ച് കൊന്നുകളഞ്ഞു. ഞങ്ങൾ നന്മ പ്രവർത്തിക്കാൻ ഭാരതത്തിൽ വന്നത്. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് വെറുതെ വിടരുത് ആ മനുഷ്യനെ. She said no. ഞങ്ങൾ കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ഒരു അടയാളമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ഇതിനാ വന്നത്. കർത്താവിന് വേണ്ടി മൺമറഞ്ഞു പോകുവാൻ എന്റെ ഭർത്താവിന്റെ ഹൃദയത്തിന് ആഗ്രഹം. നമ്മൾ ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ, എല്ലാം സുഖകരമാണ്. അടുത്ത സ്തോത്രം ഭാരതം കണ്ട് സ്തോത്രം അറിയപ്പെടുന്ന പ്രവാചകനാണ് പ്രോഫറ്റ് D.J. തിലകൻ. സ്തോത്രം. ഹല്ലേലൂയ. പതിനായിരങ്ങളെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ കർത്താവിന് വേണ്ടി നേടിയ സ്തോത്രം ഭാരതത്തിന്റെ പ്രവാചകൻ, ദ പ്രോഫറ്റ് ഓഫ് ദ ഈസ്റ്റ്. ലോക രാജ്യങ്ങൾ സ്തോത്രം ഹല്ലേലൂയ തന്നെ മാനിക്കുന്ന ഒരു പ്രവാചക ശബ്ദമായിരുന്നു ആ കാലഘട്ടത്തിൽ. സ്തോത്രം. താൻ സാധാരണ പ്രവാചകനല്ല, പ്രവാചകന്മാരിൽ പ്രവാചകൻ. താൻ സ്തോത്രം ഹല്ലേലൂയ താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. താൻ യേശുവിനെ മുഖാമുഖം കണ്ട അനുഭവങ്ങൾ, സ്വർഗത്തിലേക്ക് താൻ എടുക്കപ്പെട്ട ഹല്ലേലൂയ. അവിടെ താൻ യേശുവിനെ പിതാവാം ദൈവത്തെ കണ്ടു എന്ന് മാത്രമല്ല, അവിടെ പൗലോസിനെയും പത്രോസിനെയും ദാവീദിനെയും his encounters, അത് മനുഷ്യന്റെ മനസ്സിനെ സ്തോത്രം അത്ര അടുത്ത ദൈവത്തോടെ ജീവിച്ചൊരു മനുഷ്യനാണ്. ആ മുഖം കണ്ടില്ലേ? He was called the apostle. സ്നേഹത്തിന്റെ അപ്പോസ്റ്റലായിരുന്നു. Man of compassion. പ്രവാചകൻ. രഹസ്യങ്ങളെ മറയില്ല, അത്ഭുതമായി വിളിച്ചു പറയുന്ന ഒരു യാത്രയിൽ, തൻ കുടുംബമായ യാത്രയുടെ മധ്യത്തിൽ കർത്താവിന്റെ പേര് ബാങ്ക് മാനേജറാണ്. കിട്ടുന്ന സമയമൊക്കെ താൻ ശുശ്രൂഷിക്കുകയാണ്. അത് കഴിഞ്ഞ് ദൈവം തന്നെ ശുശ്രൂഷിക്കും. ഒരു യാത്രയിൽ തന്നോട് യാത്ര ചെയ്ത് തന്റെ മകൾ ഏഞ്ചൽ കൂടെ ഉണ്ട്. ഒരു ഭയങ്കരമായ കാർ അപകടം നടക്കുന്നു. തന്റെ മകൾ ഏഞ്ചൽ ആ കാർ അപകടത്തിൽ മരിക്കുന്നു. താങ്കൾ പ്രസംഗിക്കുന്ന താങ്കൾ പ്രസംഗിക്കുന്ന ദൈവം എവിടെ? പ്രവാചകനാണല്ലോ താങ്കൾ. ദൈവത്തിന്റെ ഹൃദയം വേദനയും വിഷമവും പ്രയാസവും അനേക ചോദ്യങ്ങളും. ദൈവം തനിക്കത് വെളിപ്പെടുത്തിയില്ല. തന്റെ മകൾ മരിച്ചു, ഏഞ്ചൽ മരിച്ചു. അത് കഴിഞ്ഞ് ക്രൂസൈഡുകളാണ്. ഈ നല്ലവനായ ദൈവം എന്റെ മോളെ കാത്തില്ലേ? ഇന്ന് 100 കണക്കിന് അനാഥത്വത്തിന്റെ ചോദ്യങ്ങൾ വരുമ്പോഴും അതിന്റെ മധ്യത്തിൽ അതിനെല്ലാം മാറ്റിവെച്ച് യേശുവിനെ പ്രസംഗിച്ച that's how you increase in the rank. ദൈവരാജ്യത്തിന്റെ റാങ്കുകൾ നാം വർദ്ധിക്കുന്നത് അങ്ങനെയുള്ള യാഗങ്ങളിലൂടെയാണ്. താൻ പ്രസംഗിച്ചു, താൻ യേശുവിനെ ഉള്ളിൽ വേദന കരച്ചിലാണ്. താൻ ദൈവത്തോട് സ്തോത്രം, ദൈവമേ എന്താ എന്റെ ഏഞ്ചൽ നിങ്ങൾ സംഭവിച്ചത്? എന്റെ ജീവിതത്തിന്റെ കുറവാണോ? How did this happen? ദൈവം വെളിപ്പെടുത്തിയില്ല. 1-2-3 ദിവസം ഡീജസ് അത് മനസ്സിലാക്കാതെ വിടത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് ഡീജസിന് ഒരു ഗ്ലിംസ് കൊടുത്തു. ഡീജസ്, ദൈവം നിന്നെ എത്രമാത്രം ഉപയോഗിക്കുന്നു. ആത്മമണ്ഡലത്തിൽ നിനക്കെതിരെ വെല്ലുവിളി ഉണ്ടായി. In the realms of the spirit there was a contention. നീ അവനെ എത്രമാത്രം അനുഗ്രഹിച്ചു. യോബിന് സംഭവിച്ചതുപോലെ സ്തോത്രം. സ്വർഗത്തിന്റെ കൗൺസിലുകളിൽ ഇങ്ങനെ ഒരു സംഭവം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നീ എന്ത് ചെയ്യുമെന്ന് the whole world, ഭൂമിയിലുള്ളവരല്ല, ആത്മമണ്ഡലത്തിൽ ദൂതന്മാരും പിതാവും ദൈവവും പൈശാചിക മണ്ഡലവും നോക്കുക. ദൈവം സൗഖ്യമാക്കും, ദൈവം സ്നേഹിക്കും, ദൈവം കരുതും, ദൈവം കണ്ണുനീർ തുടയ്ക്കും എന്ന് പറഞ്ഞ് പ്രസംഗിച്ച പ്രവാചകന്റെ ജീവിതത്തിൽ ഇത് നടന്നപ്പോൾ, കുടുംബത്തിൽ നടന്നപ്പോൾ ആ കരം ഒന്ന് ഉയർത്തി. നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് കാണുവാൻ മനുഷ്യരല്ല, ആത്മമണ്ഡലം നിന്നെ നോക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ദൈവം നിനക്കത് വെളിപ്പെടുത്താൻ. They were looking for your response and son, you won it. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നീ പിടിക്കപ്പെട്ടതുകൊണ്ട് നിന്റെ വേദനകളെയും വിഷമങ്ങളെയും നീ മാറ്റിവെച്ച് ഈ നല്ലവനായ അപ്പനെ നീ പ്രസംഗിച്ചു. ക്രിസ്തുവിന്റെ സുവിശേഷത്തെ നീ പ്രസംഗിച്ചു. നിന്റെ വേദനയിലും നീ 10,000-ങ്ങളെ ആശ്വസിപ്പിച്ചു. Heaven rejoices at you. Hallelujah. Hallelujah. പ്രിയമക്കളെ, ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ എത്ര പേരൊക്കെ ആഗ്രഹിക്കർത്താവേ നമ്മളെ പെട്ടെന്ന് നമ്മുടെ മുട്ടുകളിലേക്ക് ഒന്ന് വരാം. അനാഥത്വത്തിന്റെ ആത്മാവിൽ നിന്നൊക്കെ നമ്മളൊന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ. We must break free from this orphan, wicked, ancient, old spirit. Hallelujah. അനാഥത്വത്തിന്റെ ഹൃദയം മാറട്ടെ. നമ്മുടെ ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കാനുള്ള സീസണാണ്. കർത്താവ് നമ്മെ സ്നേഹിച്ചതിന് കൈയും കണക്കുമില്ല. സ്വർഗത്തിന്റെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് വേണ്ടി തന്റെ പുത്രനിൽ ഒഴിച്ചു തന്നവനാണ് നമ്മുടെ പിതാവും ദൈവം. Lord, this day I pray that you're taking us deeper. അത്ഭുതങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്തത്, അടയാളങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്തത്, വീര്യ പ്രവർത്തികൾക്ക് ചെയ്യുവാൻ കഴിയാത്തത്, നിന്നിൽ നിന്ന് ഒഴുകുന്ന
what miracles cannot do, what signs and wonders cannot do, alive, captivated and baptized with the love of Christ can do. ദൈവസ്നേഹത്താൽ മുങ്ങിയ സ്നാനപ്പെട്ട സ്നേഹത്തിന്റെ പകർച്ചകള് സ്വയം ഒഴിഞ്ഞു വെച്ച ഉടയപ്പെട്ട ഒരു പാത്രത്തിന് തൊടുവാൻ കഴിയ പ്രിയമക്കളെ. അതുകൊണ്ട് നമുക്കൊന്ന് ഏൽപ്പിക്കാം, നമുക്കൊന്ന് സമർപ്പിക്കാം.